ഏരൂർ പാണയം അംഗൻവാടിയിലെ 4.5 വയസ്സുകാരനെ അംഗൻവാടി വർക്കർ നുള്ളിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. പാണയത്ത് നടന്ന യോഗം ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സത്യരാജിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത പാടില്ല. അപ്പൊ അതിന്റെ അച്ഛനും അമ്മയും എടുത്ത നിലപാട് ഞങ്ങളുടെ കുട്ടിക്കുണ്ടായ അനുഭവം മറ്റൊരു കുഞ്ഞിനും ഉണ്ടാകരുത്. അങ്ങനെയാണല്ലോ ഓരോ കാര്യത്തിലും ഓരോരുത്തരും പ്രതികരിക്കുന്നത്. അത് ഈ സമൂഹത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ടാണ്. നിങ്ങളൊക്കെ അത് ആ കാര്യത്തിൽ ശരിയായ ഭാഗത്താണ് ആ രക്ഷകർത്താക്കൾ എടുത്ത നിലപാട്. നാളെ ഈ അംഗൻവാടികൾ ഉണ്ടാകും, ടീച്ചർമാരുണ്ടാകും, അവിടെ കുഞ്ഞുങ്ങൾ പോകും. പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളാണ് അവിടെ പോകുന്നത്. അല്ലാത്തവരെല്ലാം LKGയിലും അതുപോലെയുള്ള മറ്റ് അഞ്ചലിലെ മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകും. ഇവിടെ പോകുന്നത് വേറെ പാവപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കുഞ്ഞുങ്ങളാണ് അംഗൻവാടിയിൽ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രവർത്തകരും ഇതിന്റെ മാതാപിതാക്കളും അവരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ആളുകളാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ദൈനംദിന ജീവിതം കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതിന്റെ ഭാഗമായാണ് അത്തരം പരാതികളുമായി അവര് മുന്നിട്ടിറങ്ങിയത്. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകിയത്. നിയമപരമായി ഇതിന്റെ നടപടികളുമായി അവരെത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം പാർട്ടി അതിനെ സഹായിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അങ്ങനെ ഈ പല ഇങ്ങനെ അനഭലഷണീയമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നു. അതിനൊക്കെ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു പാർട്ടി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോലീസിന് കേസെടുക്കണമെന്നുണ്ട്. പക്ഷെ അവർക്ക് നിയമപരമായി ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് അത് കോടതി മുഖാന്തരം ഉത്തരവ് മേടിക്കണം, അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഉത്തരവ് ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പോലീസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതി നടപ്പാക്കണം, ന്യായം നടപ്പാക്കണം. ഒരു പാർട്ടി ഞങ്ങളാണ് കോടതി, ഞങ്ങളാണ് അതിന്റെ വിധികർത്താക്കളും, ഞങ്ങളാണ് അതിന്റെ കക്ഷികളും, ഇവിടെയാണ് തീരേണ്ടത് എന്നുള്ള രീതിയിൽ ആരെങ്കിലും അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വിചാരിച്ചാൽ അത് നടക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ, സംസ്ഥാനമല്ല കേരളം. സംസ്കാര സമ്പന്നമായും പ്രബുദ്ധമായും വിദ്യാസമ്പന്നരായും ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രതിഷേധമാണ് ഉയർന്നു വരേണ്ടത്. അത് ആരെങ്കിലും അത് മൂടിവെക്കാൻ ശ്രമിച്ചാൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഈ നാടിന്റെ ഒരു പ്രശ്നമാണ്. ഒരു വ്യക്തിയുടെ വൈകല്യങ്ങളിൽ നിന്നാണ് ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ മാനസികാവസ്ഥ പലതായിരിക്കാം. അവരെ വിളിച്ച്, എനിക്ക് തോന്നുന്നത് മാസത്തിൽ ഒരിക്കൽ ഈ അംഗൻവാടി ടീച്ചർമാരെ വിളിച്ചിട്ട് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇവർക്ക് പല രീതിയിൽ കുട്ടികളോട് ഇടപെടേണ്ടത്, അവരോട് പെരുമാറേണ്ടത്, അവരുടെ രക്ഷകർത്താക്കളോട് പെരുമാറേണ്ടത്, ഇതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതൊന്നും കിട്ടാത്തത് കൊണ്ടല്ല. ഞാൻ മനസ്സിലാക്കിയതോളം ചില മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞു, അവരെ വിളിച്ചത് അന്വേഷിച്ചപ്പോ വളരെ ധിക്കാരപരമായ മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വ്യക്തിപരമായി അവരെ ഒന്നും ആക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല, ഒരു പശ്ചാത്താപം ആ ടീച്ചറുടെ മറുപടിയിലില്ല എന്ന് ഈ മാധ്യമ പ്രവർത്തകർ പലരും വിളിച്ചു ചോദിച്ചപ്പോ അവരുടെ മറുപടിയിൽ നിന്ന് മനസ്സിലായി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ഇതിൽ നിന്ന് ഞാൻ ആ കുട്ടിയെ ഒരടി അടിച്ചു എന്നതിനപ്പുറത്തേക്ക് അതെല്ലാം പറഞ്ഞ് പരിഹരിച്ചല്ലോ എന്നുള്ള ഒരു ധിക്കാരം അവരുടെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ആളുകളുടെയോ സംരക്ഷണം അവർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാൻ, DCC അംഗം PB വേണുഗോപാൽ, കോർ കമ്മിറ്റി ചെയർമാൻ CJ ഷോം, മണ്ഡലം പ്രസിഡന്റ് ഗീവർഗീസ്, സേവാദൾ ജില്ലാ സെക്രട്ടറി നെട്ടയം സുജി, PT കൊച്ചുമ്മൻ, പത്തടി സുലൈമാൻ, ബിജു ഐലറ, VP പ്രകാശ്, സുനിൽ കറ്റിട്ട, ബിജോയ്, സുബാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ.